എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വാഗ അതിർത്തിയിലെ പതാക താഴ്ത്തൽ ചടങ്ങ് കാണാൻ പോവുകയാണ്. അതിർത്തിയിൽ എല്ലാ ദിവസവും വൈകിട്ട് 2 ഗേറ്റും തുറന്ന് പതാക ഇറക്കുന്ന ചടങ്ങാണ് വാഗ ബോർഡർ സെറിമണി. ഇതിനെ വാഗ അതിർത്തിയിലെ ബീറ്റിംഗ് റിട്രീറ്റ് എന്നും പറയാറുണ്ട്. ഈ അതിർത്തി പ്രദേശത്തിലൂടെ മാത്രമേ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും കടന്നു പോകാൻ വഴിയുള്ളൂ. പഞ്ചാബിലെ അമൃത്സറിൻ്റെയും പാകിസ്ഥാനിലെ ലാഹോറിൻ്റെയും ഇടയിലുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡിലാണ് ഈ അതിർത്തി. ഇവിടുത്തെ ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ പേരാണ് വാഗ. 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് ഈ ഗ്രാമത്തെ 2ആയി മുറിച്ചത്. ഇപ്പോൾ കിഴക്കൻ വാഗ ഇന്ത്യയുടെയും പടിഞ്ഞാറൻ വാഗ പാകിസ്ഥാൻ്റെയും ഭാഗമാണ്. ഏഷ്യയിലെ ബെർലിൻ മതിൽ പോലെ ഒരു തരത്തിൽ പ്രസിദ്ധമാണ് ഇവിടെ എല്ലാ ദിവസവും നടക്കുന്ന പതാക താഴ്ത്തൽ. ഇത് കാണാനായി എന്നും ധാരാളം പേർ 2 ഭാഗത്തും അണിനിരക്കും. ഇന്ത്യയുടെ BSF ആണ് ഇത് നടത്തുന്നത്. പാകിസ്ഥാൻ്റെ റേഞ്ചേഴ്സാണ് പങ്കെടുക്കുന്നത്. കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമേ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് സന്ദർശകരെ കടത്തിവിടുകയുള്ളൂ. പലപ്പോഴും കുറേ അധിക സമയം ക്യൂ നിൽക്കേണ്ടിയും വരും. വളരെ അകലെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമൊരുക്കിയിരിക്കുന്നത്. നടന്നു പോകുന്ന വഴികൾ വളരെ വൃത്തിയായും മനോഹരമായും പരിപാലിച്ചിരിക്കുന്നു. ചുറ്റും പലതരത്തിലുള്ള കെട്ടിടങ്ങളുണ്ട്. അതുപോലെ അർത്ഥവത്തായ പലതരം ശില്പങ്ങളും ഇവിടെ കാണാം. അതിലേറ്റവും പ്രധാനം മുൻവശത്ത് കാണുന്ന യൂണിറ്റിയുടെ പ്രതീകമായ ശില്പമാണ്. സുരക്ഷയും ഭംഗിയും നിലനിർത്തിക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കെട്ടിട സമുച്ചയവും സഞ്ചാരികളെ ആകർഷിക്കും. ഏകദേശം അകത്ത് കടക്കാറാകുമ്പോൾ തന്നെ ദേശഭക്തി ഗാനങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അലയൊലികൾ കേട്ടു തുടങ്ങും. സന്ദർശകർ വളരെ വേഗം അകത്ത് കടന്ന് ചടങ്ങുകൾ ഭംഗിയായി കാണാൻ പറ്റുന്ന ഇരിപ്പിടങ്ങൾ കൈവശപ്പെടുത്താനായി പാഞ്ഞു നടക്കുന്നത് കാണാം. ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഈ സമയം ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും ജന്മഭൂമിയുടെ മഹത്വത്തിൽ ആവേശം കൊള്ളും. നമ്മളറിയാതെ അവിടെ നടക്കുന്ന അത്യുജ്വലവും ആവേശഭരിതവുമായ സൈനിക പരേഡിൽ ലയിച്ചു. ഇവിടെ നടക്കുന്ന ഈ കാഴ്ചകളെ നമുക്ക് ദേശസ്നേഹത്തിൻ്റെ ഉത്സവം എന്ന് വിളിക്കാം. ചടങ്ങ് ആരംഭിക്കുന്നതിന് ഏകദേശം 20 മിനിറ്റ് മുമ്പ് തന്നെ ഹിന്ദുസ്ഥാൻ അമർ രഹേ, സാരേ ജഹാം സേ അച്ഛ, ഹിന്ദുസ്ഥാൻ ഹമാര തുടങ്ങിയ ദേശഭക്തി ഗാനങ്ങൾ ഇവിടെ ആകെ നിറയും. ഗേറ്റിനപ്പുറത്തും ഇതുപോലെ പാകിസ്ഥാൻകാർ അണിനിരക്കുന്നതും മുദ്രാവാക്യം വിളിച്ച് ആവേശം കൊള്ളുന്നതും നമുക്കിവിടെ ഇരുന്ന് കാണാം. പ്രധാന ചടങ്ങുകൾ നടക്കുമ്പോൾ 2 ജവാന്മാർ ദൂരെ നിന്നും മനോഹരമായ ചുവടുവയ്പ്പുകളോടെ വേഗത്തിൽ മാർച്ച് ചെയ്തു വന്ന് ഗേറ്റിനടുത്തെത്തി നിൽക്കുന്നു. കാൽ ഉച്ചിയിൽ തട്ടുന്ന വിധം ഉയർത്തി ശക്തിയായി തറയിലടിച്ച് ഇവർ മേലധികാരികളുടെ സല്യൂട്ട് സ്വീകരിക്കും. ഇതെല്ലാം അപ്പുറത്ത് പാകിസ്ഥാനും ചെയ്യുന്നുണ്ട്. ഇരുവിഭാഗവും ഇവിടെ തീവ്രമായ ദേശസ്നേഹ പ്രകടനമാണ് കാണിക്കുന്നത്. പരസ്പരം തോൽപ്പിക്കാനുള്ള പ്രേരണ കൊണ്ട് വലിയ തോതിൽ അനാദരവ് പ്രകടിപ്പിക്കുന്നതും പലപ്പോഴും നമുക്ക് അനുഭവപ്പെടും. ഇരുഭാഗത്തും പ്രകടമാകുന്ന ശത്രുതയും വ്യക്തമാണ്. 1959 ഒരു സൗഹാർദ്ദ ചടങ്ങായിട്ട് ആരംഭിച്ച് ഇത് ഇന്ന് അങ്ങേയറ്റം മത്സരവും ശത്രുതയും പ്രകടിപ്പിക്കുന്നതായി തോന്നി. ഞങ്ങളിത് കാണുന്നത് 2025 ഏപ്രിൽ 19 22-ാം തീയതി ഞങ്ങൾ ശ്രീനഗറിൽ എത്തിയപ്പോഴാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ കണ്ട ഈ ഓരോ രംഗവും തെളിഞ്ഞു നിൽക്കുന്നു. അവിടെ കണ്ട
ആവേശവും രാജ്യസ്നേഹവും വിളിച്ചറിയിക്കുന്ന ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്താനാവില്ലെന്ന സന്ദേശത്തിൻ്റെ നേർക്കാഴ്ചകൾ ഇനി നേരിട്ട് കാണൂ.